ഏശയ്യ അധ്യായം 8. ഏശയ്യായുടെ പുത്രൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വലിയ ഒരു ഫലകം എടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹേർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജബരക്കിയായുടെ പുത്രനായ സക്കറിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവന് മാഹേർ ഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു അപ്പാ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് ദമാസ്കസിന്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റസീന്റെയും റമാലിയായുടെ പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ, അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകും. അത് യൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. ഇമ്മാനുവേലേ, അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും. ജനതകളെ തകരുവിൻ, പേടിച്ചു വിറയ്ക്കുവിൻ. വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. അതെ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. നിങ്ങൾ കൂടിയാലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കയുമരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വച്ചുറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും. എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും. ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും. ഏശയ്യ അധ്യായം 9. ഭാവി രാജാവ്. എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി.
വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഇസ്രായേലിന് ശിക്ഷ. യാക്കോബിനെതിരായി കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു. അത് ഇസ്രായേലിൻ്റെ മേൽ പ്രകാശിക്കും. ഇഷ്ടിക വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു, എന്നാൽ അവയ്ക്കു പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന് അഹങ്കാരത്തോടും ഔദത്യത്തോടും കൂടെ പറയുന്ന എഫ്രായിംകാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും. കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയക്കുകയും അവരുടെ വൈരികളെ ഇളക്കി വിടുകയും ചെയ്യുന്നു. കിഴക്ക് സിറിയാക്കാരും പടിഞ്ഞാറ് ഫിലിസ്ത്യരും ഇസ്രായേലിനെ വാ തുറന്നു വിഴുങ്ങുകയാണ്. അവിടുത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ജനം തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പന കൈയും അരിഞ്ഞു കളഞ്ഞു. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല, വ്യാജപ്രവാചകനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടുത്തേക്ക് കാരുണ്യം ഇല്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു. അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു. ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ്. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലത്തുവശത്തുനിന്ന് കവർന്നു തിന്നുന്നു, എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല. ഇടത്തുവശത്തുനിന്ന് പിടിച്ചു വിഴുങ്ങുന്നു, എന്നാൽ തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും അപരൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനെയും എഫ്രായിം മനാസയെയും തന്നെ. അവർ ഇരുവരും ചേർന്ന് യൂദായോട് എതിരിടുന്നു. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു.